നമുക്കിന്ന് ഒരു ഉടുപ്പി രസം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലി ചേർക്കുക. കൊത്തമല്ലി ചേർത്ത ശേഷം 1 ടീസ്പൂൺ ജീരകം ചേർത്ത ശേഷം 1/2 സ്പൂൺ ഉലുവ, അതും കൂടെ ചേർത്തിട്ട് 4 ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കൂടെ ഒരു കഷ്ണം കട്ടക്കായം അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത ശേഷം തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതാണ് ഇത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ച് ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു. അതിനുശേഷം രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് തീ കുറച്ച ശേഷം ഞാൻ 1.5 തക്കാളിയും ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടും ഉപ്പ് ചേർത്താൽ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഈ വഴറ്റി കഴിഞ്ഞതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പുളി വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി ആ പുളിവെള്ളം ചേർത്ത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചിട്ട് ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർക്കുകയാണ്. ഇനി അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ, ഇനി അതാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇനി നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്തിട്ട് ബാക്കി മിക്സിയിലേക്ക് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. രസം എന്തായാലും നല്ല വെള്ളം പോലെ ഇരിക്കണം, കട്ടി ഉണ്ടാവാൻ പാടില്ല. അമ്പലത്തിലെ ടൈപ്പ് രസമായതുകൊണ്ടാണ് ഇതിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കാത്തത്. ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ വെള്ളം പിന്നെയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ബെല്ലം, ശർക്കര എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതും ചേർത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ചതുകൊണ്ട് നമ്മൾ വീണ്ടും താളിച്ചൊഴിക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ കടുക് ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവസാനം കടുകും ഉണക്കമുളകും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇത് പച്ചരി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന, കർണാടകയിലൊക്കെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന ഒരു രസമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബായ്.